PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 6 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയ പ്രദേശമേത്? ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയ പ്രദേശമേത്? ദക്ഷിണാഫ്രിക്ക. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചത്? 20 വർഷം. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചത്? 20 വർഷം. ഏത് ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്? ദാദാ അബ്ദുള്ള ജാവേരി. ഏത് ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്? ദാദാ അബ്ദുള്ള ജാവേരി. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് എവിടെ വെച്ചാണ്? ദക്ഷിണാഫ്രിക്കയിൽ. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് എവിടെ വെച്ചാണ്? ദക്ഷിണാഫ്രിക്കയിൽ. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷമേത്? 1915. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷമേത്? 1915. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയതാണ് ഗാന്ധിജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയതാണ് ഗാന്ധിജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിലായത് ഏത് വർഷം മുതലാണ്? 1919 മുതൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിലായത് ഏത് വർഷം മുതലാണ്? 1919 മുതൽ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് ഏതിനം സമരങ്ങളിലാണ്? പ്രാദേശിക സമരങ്ങൾ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് ഏതിനം സമരങ്ങളിലാണ്? പ്രാദേശിക സമരങ്ങൾ. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഗാന്ധിജി ഇടപെട്ട വർഷമേത്? 1917. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഗാന്ധിജി ഇടപെട്ട വർഷമേത്? 1917. ചമ്പാരൻ സ്വദേശിയായ ആരുടെ പ്രേരണയാലാണ് ഗാന്ധിജി ചമ്പാരനിലെത്തിയത്? രാജകുമാർ ശുക്ല. ചമ്പാരൻ സ്വദേശിയായ ആരുടെ പ്രേരണയാലാണ് ഗാന്ധിജി ചമ്പാരനിലെത്തിയത്? രാജകുമാർ ശുക്ല. ചമ്പാരനിലെ നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്നതാര്? യൂറോപ്യന്മാരായ തോട്ടമുടമകൾ. ചമ്പാരനിലെ നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്നതാര്? യൂറോപ്യന്മാരായ തോട്ടമുടമകൾ. നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനിൽ അംഗമായിരുന്ന ഇന്ത്യക്കാരനാര്? ഗാന്ധിജി. നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനിൽ അംഗമായിരുന്ന ഇന്ത്യക്കാരനാര്? ഗാന്ധിജി. ഗാന്ധിജി പങ്കെടുത്ത ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരം നടന്ന വർഷമേത്? 1915. ഗാന്ധിജി പങ്കെടുത്ത ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരം നടന്ന വർഷമേത്? 1918. അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിലെ പ്രധാന ആവശ്യം എന്തായിരുന്നു? വേതന വർധനവ്. അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിലെ പ്രധാന ആവശ്യം എന്തായിരുന്നു? വേതന വർധന. ഗുജറാത്തിലെ ഗേഡയിൽ കർഷകർക്കു വേണ്ടി ഗാന്ധിജി സമരം നടത്തിയ വർഷമേത്? 1918. ഗുജറാത്തിലെ ഗേഡയിൽ കർഷകർക്കു വേണ്ടി ഗാന്ധിജി സമരം നടത്തിയ വർഷമേത്? 1918. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായതിനെ തുടർന്ന് നികുതി അടയ്ക്കാൻ കഴിയാതെ 1918 കർഷകർ സമരം നടത്തിയത് എവിടെ? ഗുജറാത്തിലെ ഗേഡയിൽ. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായതിനെ തുടർന്ന് നികുതി അടയ്ക്കാൻ കഴിയാതെ 1918 കർഷകർ സമരം നടത്തിയത് എവിടെ? ഗുജറാത്തിലെ ഗേഡയിൽ. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നത് ഏത് സമരത്തിലാണ്? ഗേഡ കർഷക സമരം. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നത് ഏത് സമരത്തിലാണ്? ഗേഡ കർഷക സമരം. 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോകയുദ്ധം ഇന്ത്യയിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങളേവ? ആൻസർ, യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. മൂന്നാമത്തത്, അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതകരമാക്കുകയും നിരവധി പേർ ക്ഷാമത്താൽ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോകയുദ്ധം ഇന്ത്യയിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങളേവ? ആൻസർ, യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതമാക്കുകയും നിരവധി പേർ ക്ഷാമത്താൽ മരണപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇനി റൗലറ്റ് നിയമത്തിനെ പറ്റിയിട്ട് ചെറിയൊരു ബോക്സിൽ കുറച്ച് സാധനം കൊടുത്തിട്ടുണ്ട്. ഒന്നാം ലോകയുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം സ്വീകരിച്ച പ്രധാന നിയമ നടപടി ഏത്? റൗലറ്റ് നിയമം നടപ്പാക്കൽ. ഒന്നാം ലോകയുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം സ്വീകരിച്ച പ്രധാന നിയമ നടപടി ഏത്? റൗലറ്റ് നിയമം നടപ്പാക്കൽ.
റൗലറ്റ് നിയമം നടപ്പാക്കിയ വർഷം ഏത്? 1919. റൗലറ്റ് നിയമം നടപ്പാക്കിയ വർഷം ഏത്? 1919. റൗലറ്റ് നിയമത്തിലെ ഇന്ത്യക്കാർക്ക് ദോഷകരമായ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയായിരുന്നു? വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാം. റൗലറ്റ് നിയമത്തിലെ ഇന്ത്യക്കാർക്ക് ദോഷകരമായ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയായിരുന്നു? വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാം. പൗരാവകാശങ്ങളെ തടയുന്ന റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്ന്? 1919 ഏപ്രിൽ 6. പൗരാവകാശങ്ങളെ തടയുന്ന റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്ന്? 1919 ഏപ്രിൽ 6. റൗലറ്റ് സമരത്തിൻ്റെ പ്രചരണത്തിനായി രൂപവൽക്കരിക്കപ്പെട്ട സംവിധാനമേത്? സത്യാഗ്രഹ സഭ. റൗലറ്റ് സമരത്തിൻ്റെ പ്രചാരണത്തിനായി രൂപവൽക്കരിക്കപ്പെട്ട സംവിധാനമേത്? സത്യാഗ്രഹ സഭ. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമേത്? റൗലറ്റ് നിയമത്തിനെതിരായ ദേശീയ ഹർത്താലിനെ. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമേത്? റൗലറ്റ് നിയമത്തിനെതിരായ ദേശീയ ഹർത്താലിനെ. ഇനി റൗലറ്റ് നിയമത്തിനെതിരെ വളരെ ശക്തമായ സമരം നടന്ന പ്രദേശങ്ങളേവ? പഞ്ചാബ്, ലാഹോർ. റൗലറ്റ് നിയമത്തിനെതിരെ വളരെ ശക്തമായ സമരം നടന്ന പ്രദേശങ്ങളേവ? പഞ്ചാബ്, ലാഹോർ. ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ച പഞ്ചാബിലെ ജനകീയ നേതാക്കൾ ആരെല്ലാം? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ച പഞ്ചാബിലെ ജനകീയ നേതാക്കൾ ആരെല്ലാം? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് പൊതുയോഗം സംഘടിപ്പിച്ചതെന്ന്? 1919 ഏപ്രിൽ 13. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് പൊതുയോഗം സംഘടിപ്പിച്ചതെന്ന്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗിൽ പൊതുയോഗത്തിന് എത്തിയവർക്കു നേരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ്? ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗിൽ പൊതുയോഗത്തിന് എത്തിയവർക്കു നേരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ്? ജനറൽ റെജിനാൾഡ് ഡയർ. 10 മിനിറ്റോളം നീണ്ടുനിന്ന വെടിവെപ്പിൽ സർക്കാർ രേഖപ്രകാരം എത്ര പേർ കൊല്ലപ്പെട്ടു? 379 പേര്. 10 മിനിറ്റോളം നീണ്ടുനിന്ന വെടിവെപ്പിൽ സർക്കാർ രേഖപ്രകാരം എത്ര പേർ കൊല്ലപ്പെട്ടു? 379 പേർ. ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏത്? ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ പറ്റി അന്വേഷിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏത്? ഹണ്ടർ കമ്മീഷൻ. ഒന്നാം ലോകയുദ്ധത്തിലെ സെവ്രസ് ഉടമ്പടി പ്രകാരം അധികാരങ്ങൾ നഷ്ടപ്പെട്ട തുർക്കി ഭരണാധികാരി ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോകയുദ്ധത്തിലെ സെവ്രസ് ഉടമ്പടി പ്രകാരം അധികാരങ്ങൾ നഷ്ടപ്പെട്ട തുർക്കി ഭരണാധികാരി ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമേത്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം? സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം? സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുക. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുത്തതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുക. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച അക്രമരഹിതമായ സമരമേത്? നിസ്സഹകരണ സമരം. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച അക്രമരഹിതമായ സമരമേത്? നിസ്സഹകരണ സമരം. 1909 പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ പുസ്തകമേത്? ഹിന്ദു സ്വരാജ്. 1909 പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ പുസ്തകമേത്? ഹിന്ദു സ്വരാജ്. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്ത്? ഇന്ത്യയുടെ സ്വയംഭരണം. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിപ്പിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഏത് കൃതിയിലാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചത്? ഹിന്ദു സ്വരാജ്. എന്താണ് പോയിന്റ്? ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഏത് കൃതിയിലാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിക്കുന്നത്? ഹിന്ദ് സ്വരാജ്. നിസ്സഹകരണ സമരത്തിൽ സ്ത്രീകൾ പങ്കെടുത്തത് ഏതെല്ലാം സമര രീതികളിലൂടെയാണ്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ.
നിസ്സഹകരണ സമരത്തിൽ സ്ത്രീകൾ പങ്കെടുത്തത് ഏതെല്ലാം സമര രീതികളിലൂടെയാണ്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ. പണിമുടക്കി നിസ്സഹകരണ സമരത്തോട് സഹകരിച്ചത് ഏതെല്ലാം പ്രമുഖ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളാണ്? മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, ആസാമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ. പണിമുടക്കി നിസ്സഹകരണ സമരത്തോട് സഹകരിച്ചത് ഏതെല്ലാം പ്രമുഖ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളാണ്? മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, ആസാമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ. നിസ്സഹകരണ സമരകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേവ? ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ. നിസ്സഹകരണ സമരകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേവ? ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ. നിസ്സഹകരണ സമരകാലത്ത് അവധ് കിസാൻ സഭ രൂപവൽക്കരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ജവഹർലാൽ നെഹ്റു. നിസ്സഹകരണ സമരകാലത്ത് അവധ് കിസാൻ സഭ രൂപവൽക്കരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ജവഹർലാൽ നെഹ്റു. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണം സമരം നടന്നതും ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാൻ തീരുമാനിച്ചതും ഏത് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ സമയത്താണ്? നിസ്സഹകരണ സമരം. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണം സമരം നടന്നതും ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാൻ തീരുമാനിച്ചതും ഏത് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ സമയത്താണ്? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിനിടെ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ നടന്ന സംഘർഷത്തിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ തീവെച്ചതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടതെന്ന് 1922 ഫെബ്രുവരി 2. നിസ്സഹകരണ സമരത്തിനിടെ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ നടന്ന സംഘർഷത്തിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ തീവെച്ചതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടതെന്ന് 1922 ഫെബ്രുവരി 2. നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ഏത് സംഭവത്തെ തുടർന്നാണ്? ചൗരി ചൗര സംഭവം. നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ഏത് സംഭവത്തെ തുടർന്നാണ്? ചൗരി ചൗര സംഭവം. നിസ്സഹകരണ സമരം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ സമരം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമേത്? ചിരാല പെരാല. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമേത്? ചിരാല പെരാല. ചിരാല പെരാലയെ മുനിസിപ്പൽ കോർപ്പറേഷനാക്കി ഉയർത്തി നികുതി വർദ്ധിപ്പിക്കാനുള്ള ഗവൺമെൻറ് നീക്കത്തിനെതിരെ നടന്ന സമരം നയിച്ചതാര്? ദുഗിരാല ഗോപാലകൃഷ്ണ. ചിരാല പെരാലയെ മുനിസിപ്പൽ കോർപ്പറേഷനാക്കി ഉയർത്തി നികുതി വർദ്ധിപ്പിക്കാനുള്ള ഗവൺമെൻറ് നീക്കത്തിനെതിരെ നടന്ന സമരം നയിച്ചതാര്? ദുഗിരാല ഗോപാലകൃഷ്ണൻ. ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് 15,000-ഓളം വരുന്ന ജനങ്ങൾ നഗരം ഒഴിഞ്ഞുപോയി 11 മാസക്കാലം മറ്റൊരിടത്ത് താമസിച്ചത്? ചിരാല പെരാല സമരം. ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് 15,000-ഓളം വരുന്ന ജനങ്ങൾ നഗരം ഒഴിഞ്ഞുപോയി 11 മാസക്കാലം മറ്റൊരിടത്ത് താമസിച്ചത്? ചിരാല പെരാല സമരം. നിസ്സഹകരണ സമരത്തെ തുടർന്ന് അറസ്റ്റിലായ ഗാന്ധിജിയെ വിചാരണയ്ക്ക് ശേഷം എത്ര വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത്? 6 വർഷത്തെ. നിസ്സഹകരണ സമരത്തെ തുടർന്ന് അറസ്റ്റിലായ ഗാന്ധിജിയെ വിചാരണയ്ക്ക് ശേഷം എത്ര വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത്? 6 വർഷത്തെ. കേട്ടോ, ഇവിടെ ചെറിയൊരു ബോക്സും കൂടിയിട്ട് നിസ്സഹകരണ സമരത്തിൻ്റെ രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക. അപ്പോൾ നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക. സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക, സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും നിസ്സഹകരണ സമരകാലത്തെ പരിപാടികളായിരുന്നു. അപ്പോൾ സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും നിസ്സഹകരണ സമരകാലത്തെ പരിപാടികളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.